ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കണ്ടെത്തലായിരുന്നു സിനിമാ സെറ്റുകളിലെ വ്യാപക ലഹരി ഉപയോഗം. ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ നടപടിയെടുക്കാതിരുന്ന സർക്കാർ റിപ്പോർട്ട് കയ്യിൽ കിട്ടി 4.5 വർഷം ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകളിലും മൗനം പാലിച്ചു. കുറ്റകരമായ മൗനം. സ്ത്രീകളായ സഹപ്രവർത്തകരോടുള്ള മോശം പെരുമാറ്റത്തിന് പിന്നിൽ ലഹരിയുടെ സ്വാധീനമുണ്ടെന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. ഈ അടുത്തൊരു സിനിമാ താരം എന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്. അദ്ദേഹത്തിൻ്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കും. പക്ഷെ അതിൻ്റെ ആ ഫിലമെൻ്റ് അടിച്ചു പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 186-ാമത്തെ പേജിലാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചാണ് യുവനടന്മാർ ഷൂട്ടിങ്ങിനെത്തുന്നതെന്ന് കൃത്യമായി പറയുന്നത്. നടിമാരുടെ സ്വകാര്യതയെ ആരോപിച്ച് 4.5 വർഷം പൂർത്തിയ റിപ്പോർട്ടിൽ പക്ഷേ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് വലിയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നടിമാരോട് മാത്രമല്ല, സംവിധായകരോടും മറ്റ് സിനിമാ പ്രവർത്തകരോടും ലഹരി ഉപയോഗിച്ചവരുടെ പെരുമാറ്റം മോശമാണെന്നും റിപ്പോർട്ടിലൂടെ വെളിപ്പെടുന്നു. മലയാള സിനിമയിലെ യുവതാരങ്ങളുടെ മൂഡ് സ്വിങ്ങിന് പരിഹാരമായാണ് സെറ്റുകളിലേക്ക് ലഹരി ഒഴുകുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും 4 ദിവസം വരെ ഷൂട്ടിംഗ് നിന്നു പോകുന്നതായി നിർമ്മാതാക്കളും അറിയിച്ചിട്ടുണ്ട്. ഇതേ ലഹരി ഉപയോഗിച്ചാണ് താരങ്ങളിൽ പലരും നടിമാരോട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാൻ ആവശ്യപ്പെടുന്നത്. കാരവൻ വിട്ട് പുറത്തിറങ്ങാൻ തയ്യാറാകാത്തവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതുമെല്ലാം കാരവനിൽ തന്നെ. തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന മുതിർന്നവരെ യുവനടന്മാർ അങ്കിൾമാർ എന്ന് വിളിച്ച് അപമാനിക്കുകയാണെന്നും നിരുത്തരവാദപരമായി പെരുമാറാറാണ് പതിവെന്നും മുതിർന്ന സിനിമാ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. മയക്കുമരുന്ന് ലോബിയുടെ എല്ലാ മേഖലയിലും ഉണ്ട്, അതുപോലെ സിനിമയിലും ആണെന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. സിനിമയിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇതുണ്ടോ? ഇന്നും സിനിമയിൽ അവരുടേതായ ഒരു ഗ്രൂപ്പും അവരുടേതായ ആൾക്കാരും ഉണ്ടെങ്കിൽ ഡേറ്റ് പോലും ചിലർ കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ആസക്തി കൂടി വരുന്നുണ്ട്. അതില്ലായ്മ ചെയ്യാനായിട്ട് ശക്തമായിട്ട് അതിന് നിർമ്മാതാക്കളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അവർക്കൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ നിർമ്മാതാക്കൾ നേരത്തെ ഇറങ്ങിയെങ്കിലും ഒന്നും നടന്നില്ല. സിനിമയിലെ തന്നെ പവർ ഗ്രൂപ്പുകൾ വിഷയത്തിൽ പല തട്ടിലായതാണ് പട്ടിക വെട്ടിലാവാൻ കാരണം. അഭിനേതാക്കൾ മാത്രമല്ല, സാങ്കേതിക വിദഗ്ധർ വരെ ലഹരി ഉപയോഗിക്കുന്നുവെന്നാണ് നേരത്തെയുള്ള കണ്ടെത്തൽ. ഹേമ കമ്മിറ്റിയിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താനാണ് ഇനി സർക്കാർ തയ്യാറാവേണ്ടത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. സർക്കാരിന് മുന്നിലേക്ക് ഞങ്ങൾ ഈ ചോദ്യം വെക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലായ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിലേക്ക്, സെറ്റുകളിലെ മദ്യത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച്, മദ്യവും ലഹരിയും ഉപയോഗിച്ചതിന് ശേഷമുള്ള മോശം പെരുമാറ്റത്തെക്കുറിച്ച് ഇക്കഴിഞ്ഞ 4.5 വർഷക്കാലം നിങ്ങൾ മൗനം പാലിച്ചു? ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഇരയുടെ സ്വകാര്യത എന്നതുപോലെ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിൽ ആരുടെ സ്വകാര്യതയ്ക്ക് മേലാണ് നിങ്ങൾ തിരശീല വലിച്ചിട്ടത്? ആ തിരശീലയും വലിച്ച് നീക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്.